നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ എക്സസൈസിലെ 7ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6%മാണ് പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഓക്കെ, ആൻസർ. നമുക്ക് ഇതിൽ സ്റ്റെപ്സ് എഴുതാം. നിക്ഷേപിച്ച തുക, നിക്ഷേപിച്ച തുക ആകെ എത്ര? 1,00,000 രൂപ. 1 10 10 100 1000 10,000 ലക്ഷം. അപ്പോൾ 1,00,000 രൂപ നമ്മളിവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇനി പലിശ നിരക്ക്. 2 പദ്ധതികളിലായിട്ടാണ് നിക്ഷേപിച്ചത്. അപ്പോൾ 1ാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക, 2ാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക അങ്ങനെ വരണം. 1ാം പദ്ധതി അതുപോലെ തന്നെ 2ാം പദ്ധതി. 1ാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക സമം എക്സ്. അങ്ങനെയാണെങ്കിൽ 2ാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക സമം എത്രയായിരിക്കും? 1,00,000 നിന്ന് എത്ര കുറവ്? 1,00,000 നിന്ന് എക്സ് രൂപ കുറവ്. ഇനി ആദ്യത്തെ പദ്ധതിയിൽ നിന്ന് പദ്ധതിയുടെ പലിശ എത്രയാണ്? 1ാം പദ്ധതിയുടെ പലിശ, 1ാം പദ്ധതി പദ്ധതിയുടെ പലിശ സമം 7%. അപ്പോൾ 2ാം പദ്ധതിയുടെ പലിശ സമം 6% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പലിശ നിരക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? I സമം PNR. പലിശ സമം, ഇത് പലിശ നിരക്കാണ് കേട്ടോ, നിരക്ക്. പലിശ കണ്ടുപിടിക്കാൻ 1ാം പദ്ധതിയുടെ പലിശ സമം എത്രയാണ്? എക്സിൻ്റെ 7%. ഇനി 2ാം പദ്ധതിയുടെ പലിശ, 2ാം പദ്ധതിയിലെ പലിശ സമം 1,00,000 മൈനസ് എക്സിൻ്റെ 6%. അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ആകെ പലിശ. ആകെ പലിശ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ആകെ പലിശ 6,750 രൂപ. അപ്പോൾ ആകെ പലിശ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. ആകെ പലിശ സമം 6,750. ഈ 6,750 രൂപ എങ്ങനെ കിട്ടും? സമം എക്സിൻ്റെ 7% ബൈ 7% പ്ലസ് 1,00,000 മൈനസ് എക്സിൻ്റെ 6%. സോറി, ഞാൻ എഴുതിയ മിസ്റ്റേക്ക്. 1,00,000 മൈനസ് എക്സിൻ്റെ എത്ര ശതമാനം? 6%.
ഇനി നമുക്കിതിൻ്റെ 7x by 100 ഇവിടെയും കൂടെ by 100 രണ്ടിനും കൊടുക്കാം. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6 by 100 into 1 lakh അല്ലേ, മൈനസ് 6x 6ഉം എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x by 100. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. 6750 സമം 7x by 100 പ്ലസ് ഈ 6x by 100 പ്ലസ് അല്ല വരിക, ഇവിടെ മൈനസ് വരും അല്ലേ. 7x by 100 മൈനസ് 6x by 100 പ്ലസ് നമുക്ക് 2 0 ആണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. സോ ബാക്കി 6000 6000 ബൈ ഇല്ലല്ലേ, അത്രയേ ഉള്ളൂ 6000. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? 7x നിന്ന് 6x കുറച്ചു. 7x നിന്ന് 6x കുറച്ചാൽ എത്രയാണ്? 1x. അപ്പോൾ x by 100. ഛേദം തുല്യമായതുകൊണ്ട് അംശത്തിൽ നിന്ന് അംശം കുറയ്ക്കുക, ഛേദം അതുപോലെ എഴുതുക. അപ്പോൾ 7x നിന്ന് 6x കുറച്ചു, x അത് കഴിഞ്ഞിട്ട് പ്ലസ് 6000 അല്ലേ. അപ്പോൾ 6750 സമം 6750 സമം x by 100 ഇൻറ്റു പ്ലസ് 6000. 6750 കൂടെ x by 100 ചെയ്യുമ്പോൾ അതെന്ത് 6750 നമുക്ക് വായിക്കാം. അപ്പോൾ ഈ x by 100 ചെയ്തില്ലായിരുന്നെങ്കിലോ 750 മാത്രമേ വരുള്ളായിരുന്നു അല്ലേ, 6000 മാത്രമേ വരുള്ളായിരുന്നു. ഓക്കെ, 6000 6750. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ ഇതിനെ കണക്കാക്കാം. എങ്ങനെ? ഈ 6750 ഇപ്പറേ പോവുകയാണെങ്കിൽ 6750 മൈനസ് ഈ 6000 അപ്പുറത്തോട്ട് പോയി 6000. 6750 6000 പോയാൽ എത്രയാണ്? വെറും 750. അപ്പോൾ x by 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? x ഈക്വൽ ടു ഈ ഹരിച്ചിരിക്കുന്ന 100നെ അപ്പുറത്തോട്ട് പോയി മൾട്ടിപ്ലൈ ചെയ്യണം. ഹരിച്ചിരിക്കുന്ന 100നെ അപ്പുറത്തോട്ട് പോയി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x ഈസ് ഈക്വൽ ടു 750 ഇൻറ്റു 100 എത്ര കിട്ടും? 7500 എത്ര? 75000. അപ്പോൾ ഒന്നാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുകയാണ് നമുക്കിവിടെ എക്സ് അല്ലേ. അപ്പോൾ ആ എക്സ് എത്രയാണ്? 75000. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പദ്ധതിയിൽ നിന്ന് നിക്ഷേപിച്ച തുക എന്തായിരിക്കും? therefore ഒന്നാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക സമം എത്ര? 7500. അങ്ങനെയാണെങ്കിൽ രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക സമം എത്ര? 1,00,000 നിന്ന് 7500 കുറയ്ക്കണം. മൈനസ് 7500 കുറയ്ക്കണം. എത്ര? 25,000 രൂപ. ഇവിടെ 75,000 രൂപ. ഇത്രയേ ഉള്ളൂ.